ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഫിസ്ക്കൽ പാരാമീറ്റേഴ്സ് ട്രെൻഡ് ഇൻ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാം. അത് ഫിസ്ക്കൽ പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്, പ്രൈമറി ഡെഫിസിറ്റ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഫിസ്ക്കൽ പാരാമീറ്റേഴ്സ് ആണ്. ഇതൊക്കെ വെച്ചിട്ടാണ് രാജ്യത്തിന്റെ ഫിസ്ക്കൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അളക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ റീസെന്റ് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ട്രെൻഡാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോണത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഫിസ്ക്കൽ പാരാമീറ്റർ ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. നമുക്ക് ആദ്യം കീ ഫിസ്ക്കൽ പാരാമീറ്റേഴ്സ് എന്ന് നോക്കാം. വാട്ട് ആർ ദ കീ ഫിസ്ക്കൽ പാരാമീറ്റേഴ്സ്? ഫിസ്ക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ഹൗ ദ ഗവൺമെന്റ് മാനേജസ് ഇറ്റ്സ് മണി. ഗവൺമെന്റ് അതിന്റെ ട്രഷറിയിലെ മണി എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതാണ് ഫിസ്ക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഏതൊക്കെയാണ് ഫിസ്ക്കൽ പാരാമീറ്റേഴ്സ് എന്ന് മനസ്സിലാക്കാം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസ്ക്കൽ പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ ആദ്യത്തെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പം എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്? ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഗവൺമെന്റ് റവന്യൂ ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഒരു ഗവൺമെന്റ് മൊത്തം വരവും ചെലവും തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ്. ഇപ്പം ചെലവ് കൂടി നിന്നാലാണ് അവിടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം എന്താണ് റവന്യൂ? നമുക്ക് ഒരു ഗവൺമെന്റ് കിട്ടുന്ന ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂയിലൂടെയാണ് ആ വരവ്, ഒരു ഗവൺമെന്റിന്റെ വരുമാനം എന്ന് പറയുന്നത്. വരവെന്ന് പറയുന്നത് ചെലവിനെക്കാട്ടിലും കുറവായിരുന്നു കഴിഞ്ഞാൽ, ഓക്കെ, ചെലവ് കൂടി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടാകുന്നു. അടുത്ത റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്. അതായത് വെൻ റെഗുലർ ഇൻകം ഡസൻ കവർ റൂട്ടീൻ എക്സ്പെൻഡിച്ചേഴ്സ്. അതായത് റൂട്ടീൻ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റിന്റെ ചിലവുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ സാലറി കൊടുക്കണം, സബ്സിഡി കൊടുക്കണം, ഓക്കെ, ഈ ചിലവുകളൊക്കെ അവരുടെ റെഗുലർ ഇൻകം കവർ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അവിടെ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാവുകയാണ്. ഓക്കെ, വരുമാനം, റവന്യൂ വെച്ചാൽ വരുമാനം. ഓക്കെ, അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് അവിടെ ഉണ്ടാവുകയാണ്. അടുത്ത ഫിസ്ക്കൽ പാരാമീറ്റർ എന്ന് പറയുന്നത് പബ്ലിക് ഡെറ്റ് അഥവാ ഡെറ്റ് ടു GDP റേഷ്യോ ആണ്. ഓക്കെ, ഇപ്പം ടോട്ടൽ ഗവൺമെന്റ് ഡെറ്റ്, ഗവൺമെന്റ് മൊത്തത്തിലുള്ള കടമല്ലേ, ഇപ്പോൾ IMF അടുത്തും അല്ലെന്നുണ്ടെങ്കിൽ വേൾഡ് ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടം മേടിച്ചത്, അപ്പം ഇങ്ങനെയുള്ള കടമില്ലേ, ഇപ്പം കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ എക്കോണമി. ഓക്കെ, അപ്പം ഈ എക്കോണമിയുടെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ കടവും ഇത് എക്കോണമി സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒന്നാണ് പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അടുത്തതെന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, സ്പെൻഡിങ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോങ് ടൈം അസറ്റ്സ്. ഇപ്പോൾ മെട്രോ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ചിലവാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പാലം പണി, റോഡ് പണി, ഇങ്ങനെയുള്ള ലോങ് ടൈം അസറ്റിന് വേണ്ടി ചിലവാക്കുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫിസ്ക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗവൺമെന്റ് എന്താണ്, അവർ എങ്ങനെയാണ് അതിന്റെ പണം മാനേജ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ട്രാക്കിംഗ് ട്രെൻഡ്സ് ഇൻ ദീസ് മെഷേഴ്സ് ഷോസ് ഹൗ വെൽ ദ ഗവൺമെന്റ് ബാലൻസിങ് ഗ്രോത്ത് സപ്പോർട്ട് ആൻഡ് ഫൈനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി. ഗ്രോത്തിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഫൈനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി എങ്ങനെ കൊണ്ടുവരുന്നതെന്നും ഇതൊക്കെ ട്രാക്ക് ചെയ്താൽ മനസ്സിലാവും. ഇനി നമുക്ക് ഈ പറഞ്ഞ ഫിസ്ക്കൽ പാരാമീറ്റേഴ്സിന്റെ ഇന്ത്യയിലെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കാം. അത് കൂടിയ കുറഞ്ഞ നോക്കാം. റീസെന്റ് ട്രെൻഡ്സ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് ഫിസ്ക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അതിൽ ആദ്യം നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ കാര്യം നോക്കാം. അത് ഗ്രാജുവലി കമ്മിങ് ഡൗൺ ആയിട്ട് നമുക്ക് കാണാം. അതായത് ദ യൂണിയൻ ബഡ്ജറ്റ് ഫോർ ഫൈനാൻഷ്യൽ ഇയർ 2026-27 ആണ് ഈ യൂണിയൻ ബഡ്ജറ്റിൽ ഇത് ആന്റിസിപ്പേറ്റ് ചെയ്തത്. ഹാസ് പെഗ്ഡ് ദ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അബൌട്ട് 4.3% ഓഫ് GDP. അതായത് ഇന്ത്യയുടെ ആകെ GDPയുടെ 4.3% മാത്രമാണ് ഇന്ത്യയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് കടം അടച്ചു തീർക്കാവുന്ന ഒരു അവസ്ഥ. അപ്പോൾ സ്ലൈറ്റ്ലി ലോവർ ദാൻ ദ പ്രീവിയസ് ഇയേഴ്സ് 4.4%. ഓക്കെ, അപ്പോൾ ഏകദേശം 4.4% പ്രീവിയസ് ഇയറിൽ. അപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. ഇൻ ഫൈനാൻഷ്യൽ ഇയർ 2024-25 ാണെന്നുണ്ടെങ്കിൽ ദ ഡെഫിസിറ്റ് വാസ് അറൌണ്ട് 4.8% ആണ്. ഓക്കെ, അത് അല്പം കൂടുതലാണ് ഓഫ് GDP. എല്ലാം ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണക്കാക്കുന്നത് GDPയുടെ എത്ര ശതമാനമാണ്, ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പന്നത്തിന്റെ എത്ര ശതമാനമാണെന്നാണ്. ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിനകത്ത് ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ നോൺ റെസിഡൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആകെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ വാല്യൂ ആണ് GDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മൊത്തം ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ അളവ് അതിന്റെ 4.8% 2024-2025. ഓക്കെ, ഷോയിങ് കൺസോളിഡേഷൻ ഫ്രം ദ പാൻഡമിക് പീരീഡ് പീക്സ്. അത് പാൻഡമിക് പീരീഡിലെ COVID-19 വന്നപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടുതലായിട്ടുണ്ടായി, കുറച്ച് കടമെടുക്കേണ്ടിയൊക്കെ വന്നു. ഓക്കെ, ആ പീക്കിൽ നിന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കുറച്ച് കൺസോളിഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഓക്കെ, ഇതിന്റെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് ദ ഗവൺമെന്റ് ഈസ് സ്ലോലി നാരോയിങ് ദ ഡെഫിസിറ്റ് വൈൽ സ്റ്റിൽ സപ്പോർട്ടിങ് ഗ്രോത്ത്. ഓക്കെ, ഈ ഡെഫിസിറ്റ് എന്താണ് സ്ലോ ആയിട്ട് കുറച്ചു കൊണ്ടുവരികയാണ്, എന്നിട്ട് അതോടൊപ്പം തന്നെ ഗ്രോത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഗ്രോത്തിനും ഊന്നൽ കൊടുക്കുന്നുണ്ട്. അടുത്ത ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഇൻ മോണിറ്ററി ആങ്കർ ആണ്. അതായത് മോണിറ്ററി ആങ്കർ, അതായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇന്ത്യയുടെ സ്പെൻഡിങ് തീരുമാനിക്കുന്നത്, അത് ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഫിസ്ക്കൽ പാരാമീറ്റേഴ്സിന്റെ ആ ഒരു അടിസ്ഥാനം മാറിയിരിക്കുകയാണ്. അതായത് വ്യക്തമായിട്ട് പറയാം, ഇന്ത്യ ഈസ് മൂവിങ് ഫ്രം എ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ടുവേർഡ്സ് യൂസിങ് ദ ഡെറ്റ് ടു GDP റേഷ്യോ. അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ഡെറ്റ് ടു GDP റേഷ്യോയിലേക്ക് ടാർഗറ്റ് മാറിയിട്ടുണ്ട് ആസ് ദ മെയിൻ ഫിസ്ക്കൽ ആങ്കർ. ഓക്കെ, അതായത് ഫിസ്ക്കൽ ആങ്കർ മാറി ഇതിലോട്ടായിട്ടുണ്ട്. അപ്പം എന്തിനു വേണ്ടിയാണ്? ദ ബഡ്ജറ്റ് പ്രൊജക്ട്സ് എ ഡെറ്റ് റേഷ്യോ അറൌണ്ട് അപ്രോക്സിമേറ്റ്ലി 55 to 55
6% ഓഫ് GDP ആൻഡ് എയിംസ് ഫോർ ഗ്രാജുവൽ റിഡക്ഷൻ. ഓക്കെ, അതായത് ഇപ്പോഴത്തെ ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് വെച്ചാൽ 55 മുതൽ 56% വരെയാണ്. ഓക്കെ, അതായത് ആഭ്യന്തര ഉൽപ്പന്നത്തിന്റെ 55 മുതൽ 56% വരെ ഡെറ്റാണ്, കടമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിങ് ഓൺ സസ്റ്റൈൻഡ് ഡെറ്റ് റിഡക്ഷൻ ഹെൽപ്സ് കീപ് ബോറോയിങ് കോസ്റ്റ് ലോവർ. അതായത് ബോറോയിങ് കോസ്റ്റ് ലോവറായിട്ട് വെക്കുന്നതിനും സപ്പോർട്ട് സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ്, അതായത് സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും. അത് സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു റീപേ ഇറ്റ്സ് പബ്ലിക് ഡെറ്റ് ആണ്. അതൊരു രാജ്യത്തിന്റെ കടം തിരിച്ചടയ്ക്കാനുള്ള ആ ഒരു വില്ലിംഗ്നെസ്സും ആ ഒരു കഴിവും. ഓക്കെ, അതായത് എത്രത്തോളം ആഗ്രഹമുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ രാജ്യം പ്രാപ്തമാണോ എന്നുള്ളതാണ് ഈ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് അടുത്ത ഇടയായിട്ട് ഇന്ത്യയിൽ കണ്ട ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിമെയിൻസ് എ പ്രയോറിറ്റി. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലെ നേരത്തെ പറഞ്ഞ മെട്രോ, റോഡ് വികസനം, ഇങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നത് ഇൻക്രീസ് ചെയ്യുക, അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട്, അതിന് മുൻഗണന കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ സ്പെൻഡിങ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ഇൻ റീസെന്റ് ബഡ്ജറ്റ്സ്. അടുത്തിടെയായിട്ട് ബഡ്ജറ്റിൽ കാണാവുന്ന ഒരു ട്രെൻഡ് ഇതാണ്. എന്താണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്? എ കണ്ടിന്യൂഡ് എംഫസൈസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു, കണക്ടിവിറ്റിയിൽ, അതായത് മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുന്നു, ആൻഡ് ലോങ് ടേം പ്രൊഡക്റ്റീവ് അസറ്റ്സ് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹയർ ക്യാപെക്സ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ക്യാൻ സ്റ്റിമുലേറ്റ് എക്കണോമിക് ആക്ടിവിറ്റി. അത് എക്കണോമിക് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മാറുകയാണ്. ബൂസ്റ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, സ്വകാര്യ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നു, ഇന്ത്യയിൽ പ്രൊഡക്ഷൻ കൂടുന്നു. അത് ക്രൗഡിങ് ഇൻ എഫക്ട്, അതായത് കൂടുതൽ ക്രൗഡിങ് ഔട്ട് വെച്ചാൽ സ്വകാര്യ നിക്ഷേപം കുറയുന്നതാണല്ലോ, അപ്പോൾ ക്രൗഡിങ് ഇൻ ഉണ്ടാവുന്നു. ആൻഡ് സപ്പോർട്ട് ലോങ് റണ്ണിലായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരിക്കുന്ന ഫിസ്ക്കൽ ട്രെൻഡ്സ് നോക്കാം. ഫിസ്ക്കൽ ട്രെൻഡ്സ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. സ്റ്റേറ്റ്സ് ആർ ക്രൂഷ്യൽ ബിക്കോസ് ദേ ഇംപ്ലിമെന്റ് മെനി പോളിസീസ്. നമുക്കറിയാം സംസ്ഥാനങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സംസ്ഥാനങ്ങളും എഫക്റ്റീവായിട്ട് പോളിസി നടപ്പിലാക്കിയാൽ രാജ്യത്തിന് മൊത്തം വികസനം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരുപാട് പോളിസികൾ സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. സ്റ്റേറ്റ്സ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് വൈഡനിങ് ടു അബൌട്ട് 3% ഓഫ് GDP. അത് സ്റ്റേറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3% GDP-യുടെ 3% വൈഡൻ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇൻ ഫൈനാൻഷ്യൽ ഇയർ 2026-27. ഓക്കെ, പാർട്ട്ലി ഡ്യൂ ടു ഇലക്ഷൻ ലിങ്ക്ഡ് റവന്യൂ ആൻഡ് വെൽഫെയർ സ്പെൻഡിങ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇലക്ഷൻ ലിങ്ക്ഡ് റവന്യൂ അല്ലെന്നുണ്ടെങ്കിൽ വെൽഫെയർ സ്പെൻഡിങ് ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ GDP കടം ഇങ്ങനെ എന്താണ് അവരുടെ ആ ഒരു ഡെഫിസിറ്റ് ഇങ്ങനെ കൂടി വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് അഗ്രിഗേറ്റ് സ്റ്റേറ്റ് ഡെറ്റ് റിമെയിൻസ് ഹൈ. അത് മൊത്തത്തിലുള്ള സ്റ്റേറ്റ് ഡെറ്റ് എന്ന് വെച്ചാൽ കടത്തിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടുതലാണ്. അതായത് ഏകദേശം 29 മുതൽ 30% GDP-യുടെ 29 മുതൽ 30% വരെയാണ്. വിത്ത് റവന്യൂ റെസീറ്റ്സ് കൺസ്ട്രെയിൻഡ്. ഓക്കെ, അപ്പോൾ റവന്യൂ റെസീറ്റ്സ് അവിടെ കുറയുകയാണ്, വരുമാനം കുറഞ്ഞു എന്നാൽ കടം കൂടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓവറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്സ് ആർ ഫേസിങ് ടൈറ്റർ ഫിസ്ക്കൽ സ്പേസ്. അതായത് ടൈറ്റർ ആയിട്ടുള്ള ഒരു ഫിസ്ക്കൽ സ്പേസ് ആണ് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈവൻ ആസ് ദേ കണ്ടിന്യൂ ക്യാപിറ്റൽ ഔട്ട്ലേസ്, അതായത് ക്യാപിറ്റൽ സ്പെൻഡിങ് നടത്തുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം സംസ്ഥാന തലത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിച്ച് കുഡ് കോംപ്ലിക്കേറ്റ് ബ്രോഡർ കൺസോൾട്ടേഷൻ എഫേർട്സ്. അതായത് കടം കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള ആ ഒരു എഫേർട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആയിട്ട് വരികയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അടുത്ത റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ പാറ്റേൺസിൽ ഉണ്ടായിരിക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്നത്, ഇപ്പം റവന്യൂ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് കളക്ഷൻസ് റിമെയിൻ റിലേറ്റീവ്ലി സ്ട്രോങ്. അതായത് ടാക്സ് കളക്ഷൻ നല്ല സ്ട്രോങ് ആയിരിക്കുകയാണ്. ബട്ട് സം മോഡറേഷൻ ഈസ് പ്രസന്റ് ഇൻ ഇൻഡയറക്റ്റ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ് പോലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകളിൽ ചില മോഡറേഷൻ, അത് ചില വ്യത്യാസങ്ങൾ, ചില കുറവുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അടുത്തത് സ്റ്റേറ്റ്സ് ഹാവ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് റിലൈങ് മോർ ഓൺ ദെയർ ഓൺ ടാക്സ്. സ്വന്തം ടാക്സ് മൊബിലൈസേഷനിലേക്ക് കൂടുതൽ ആശ്രയിക്കുന്നതിലേക്ക് ആ സ്റ്റേറ്റിന്റെ ഫോക്കസ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസ്, അതായത് സെൻട്രൽ ടാക്സ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ടാക്സിൽ അതിലും ഓൺ ടാക്സ് മൊബിലൈസേഷനിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. എന്നാൽ സെൻട്രൽ ടാക്സിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അത് അതിന്റെ ഗ്രാൻഡുകൾ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ആ ടാക്സിന്റെ ടാക്സ് വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ ഒരു ഫോക്കസ് ഷിഫ്റ്റ് നടന്നിരിക്കുന്നത്. അടുത്ത എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് റൂട്ടീൻ സ്പെൻഡിങ് എന്ന് പറയും, ഈസ് ഗ്രോയിങ്. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗവൺമെന്റ് ഒഫീഷ്യൽസിന് ഇപ്പോൾ സാലറി കൊടുക്കുന്ന പോലുള്ള എക്സ്പെൻഡിച്ചറാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. അപ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഗവൺമെന്റ്സ് ആർ പ്രയോറിറ്റൈസിങ് ക്യാപെക്സ്
ടു എൻകറേജ് ഗ്രോത്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഗവൺമെന്റ്സ് എന്ത് ചെയ്യാണ്, ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ട് ദർ ഈസ് എ ബാലൻസിങ് ആക്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത് ബാലൻസിങ് ആക്ട് എന്ന് പറയുന്നത് കട്ടിംഗ് ബാക്ക് റവന്യൂ ഡെഫിസിറ്റ്സ്, അതായത് റവന്യൂ ഡെഫിസിറ്റുകൾ വെട്ടിക്കുറയ്ക്കുകയും ആൻഡ് എക്സ്പാൻഡിങ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റുകൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ലേ, ഇപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുമ്പോഴത്തേക്ക് അത് രാജ്യത്തിനും സംസ്ഥാനങ്ങൾക്കും ഗുണപ്രദമായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ട്രെൻഡ്സിന്റെ മാക്രോ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് നോക്കാം. അതായത് ഹിയർ ഈസ് ഹൗ ദീസ് ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് അഫക്ട് ഇന്ത്യാസ് എക്കണോമി മോർ ബ്രോഡ്ലി. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, കൂടുതൽ വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഇന്ത്യയെ ബാധിക്കുന്നത്. അത് ഒന്നാമത്തത് ഗ്രോത്ത് സപ്പോർട്ട് വിത്ത് ഡിസിപ്ലിൻ. അത് ഗ്രോത്ത് ഉണ്ടാവുന്നു, ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണ്. എ മോഡറേറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ്, അത് നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ഏകദേശം 4.3% ആണ് ഇപ്പോഴത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. കമ്പൈൻഡ് വിത്ത് ഇൻക്രീസ്ഡ് ക്യാപെക്സ്, ഇതും ഈ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ കുറവും ഇൻക്രീസ് ആയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും GDP ഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കുന്ന ഒന്നാണ്. എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ ലിങ്ക്ഡ് സെക്ടേഴ്സിൽ, അതായത് അടിസ്ഥാന സൗകര്യ വികസനം മുൻനിർത്തിക്കൊണ്ടുള്ള സെക്ടേഴ്സിൽ ഒരു GDP ഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിന്റെ ഒരു എഫക്റ്റ് പറയാണ്. അടുത്തത് ക്യാപെക്സ് ഇൻവെസ്റ്റ്മെന്റ്സ് ക്യാൻ റേസ് പ്രൊഡക്ടിവിറ്റി, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടി കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടുന്നു, അട്രാക്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരുന്നു, ക്രൗഡിംഗ് ഇൻ എഫക്റ്റ് ഉണ്ടാവുന്നു, ആൻഡ് ക്രിയേറ്റ് ജോബ്സ്, കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, ഇതൊക്കെ ഉണ്ടാവുകയാണ്. അടുത്ത എഫക്റ്റ് എന്ന് പറയുന്നത് ലോവർ ഫൈനാൻഷ്യൽ റിസ്ക് ആൻഡ് സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ റിസ്ക് കുറയുകയും സ്റ്റെബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുകയാണ്. അതെങ്ങനെയാണ്, പ്രോഗ്രസ് ഓൺ മാനേജിങ് ദ ഡെറ്റ് ടു GDP റേഷ്യോ. അപ്പം ഈ ഡെറ്റ് ടു GDP റേഷ്യോ മാനേജ് ചെയ്യുന്ന വഴി ഇംപ്രൂവ്സ് ഫൈനാൻഷ്യൽ ക്രെഡിബിലിറ്റി, ഒരു വിശ്വാസ്യത ഉണ്ടാവുകയാണ്. അതായത് റെഡ്യൂസിങ് റിസ്ക് പ്രീമിയംസ് ആൻഡ് ബോറോയിങ് കോസ്റ്റ് ഓവർ ടൈം, അതായത് ബോറോയിങ് കോസ്റ്റ് കുറയുകയും റിസ്ക് പ്രീമിയംസ്, അതായത് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയല്ലേ, അപ്പോഴത്തേക്ക് നമുക്ക് ഫ്യൂച്ചർ റിസ്ക് ഒഴിവാക്കാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണ്. പിന്നെ മാർക്കറ്റ് റിയാക്ഷൻസ് ബെനിഫിറ്റ് വെൻ ഫിസിക്കൽ പോളിസി സിഗ്നൽ ഡിസിപ്ലിൻസ്, അതായത് ഫിസിക്കൽ പോളിസിക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുമ്പോഴത്തേക്ക് മാർക്കറ്റ് റിയാക്ഷൻസ് ബെനിഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് മാർക്കറ്റ് റിയാക്ഷൻസ്? ഇപ്പോൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അവർ ഈൽഡ് ഉണ്ടാക്കുന്നു, കൂടുതൽ ഈൽഡ് കിട്ടുന്നു, റുപ്പി സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. ഈ റിയാക്ഷൻസ്, ഈ മാർക്കറ്റ് റിയാക്ഷൻസ് ബെനിഫിറ്റ് ആവുകയാണ്. ഓക്കെ, എങ്ങനെ പറയുമ്പോഴത്തേക്ക് ഫിസിക്കൽ പോളിസി ഡിസിപ്ലിൻ കാണിക്കുമ്പോഴത്തേക്ക്. ഇനി നമുക്ക് ക്രൗഡിംഗ് ഇൻ വേഴ്സസ് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് നോക്കാം. അതായത് വെൽ ടാർഗറ്റഡ് ക്യാപെക്സ്, വെൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ക്യാൻ ക്രൗഡ് ഇൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. തീർച്ചയായിട്ടും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ കൂട്ടുന്ന ഒന്ന് തന്നെയാണ്. അതായത് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകുമ്പോഴത്തേക്ക് കൂടുതൽ പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വരും. ഹൗവർ കണ്ടിന്യൂഡ് ലാർജ് ബോറോയിങ് ക്യാൻ പ്രഷർ ഇൻട്രസ്റ്റ് റേറ്റ്സ്, അതായത് ഒരുപാട് ബോറോയിങ് നടന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ കാരണമാകുന്നു. ആൻഡ് ഫൈനാൻഷ്യൽ കണ്ടീഷൻസ്, അത് മാത്രമല്ല ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് വർസൺ ആവും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഇഫ് നോട്ട് ബാലൻസ്ഡ് കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇനി നമുക്ക് അതിന്റെ റിസ്ക്സ് ആൻഡ് കൺസ്ട്രെയിൻസ് നോക്കാം. അതായത് എലവേറ്റഡ് സ്റ്റേറ്റ് ഡെഫിസിറ്റ്സ്, അതായത് ഒരുപാട് സ്റ്റേറ്റ് ഡെഫിസിറ്റുകൾ കൂടിക്കഴിഞ്ഞാൽ ആൻഡ് ഡെറ്റ്സ്, കടവും സ്റ്റേറ്റ് ഡെഫിസിറ്റ് കൂടിക്കഴിഞ്ഞാൽ ക്രിയേറ്റ് ഇംബാലൻസസ് ഉണ്ടാക്കുന്നു. ദാറ്റ് കുഡ് സ്പിൽ ഓവർ ഇൻ ടു മാക്രോ സ്ട്രെസ് ഇഫ് അൺചെക്ഡ്, അതായത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ സ്പിൽ ഓവർ, അതായത് ഒരുപാട് ഇത് കുമിഞ്ഞു കൂടാനുള്ള സാധ്യത ഉണ്ടാവുന്നു. ഓക്കെ, ഇഫ് ഗ്രോത്ത് സ്ലോസ് ആൻഡ് റവന്യൂ അണ്ടർ പെർഫോംസ്, അതായത് വരുമാനങ്ങൾ അണ്ടർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിക്ഷേപിക്കാതെ വരികയും ഗ്രോത്ത് സ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ റേഷ്യോസ് ഗുഡ് ഡിറ്റീരിയോറേറ്റ്, നേരത്തെ പറഞ്ഞ ഫിസിക്കൽ റേഷ്യോസ് അധപ്പതിക്കാനുള്ള സാധ്യതയുണ്ട്. ഫോഴ്സിങ് ഹാർഡർ കൺസോൾട്ടേഷൻ, അതായത് നമ്മുടെ ഈ കടമൊക്കെ കുറച്ചുകൊണ്ട് വരുന്നത് വളരെ ഹാർഡായിട്ട് വരും. നമുക്കെന്റെ കൺക്ലൂഷനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യസ് ഫിസിക്കൽ പോളിസീസ് ഗ്രാജുവലി ഷിഫ്റ്റിംഗ് ഫ്രം ക്രൈസിസ് മോഡ് ഡെഫിസിറ്റ്സ് ഡ്യൂറിങ് കോവിഡിലുണ്ടായ ക്രൈസിസ് മോഡിൽ നിന്ന് ഡിസിപ്ലിൻ കൺസോൾട്ടേഷനിലേക്ക്, അതായത് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ അതിലേക്ക് ഫോക്കസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഓൺ ഡെറ്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഡെറ്റ് സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരുന്നു, ഇതിലോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപ്രോച്ച് എയിം ചെയ്യുന്നത് ഇത് സപ്പോർട്ട് ഗ്രോത്ത് ത്രൂ ഇൻഫ്രാസ്ട്രക്ചർ മൂലമുണ്ടാകുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മൂലം ഉണ്ടാകുന്ന ഒരു ഗ്രോത്തിലേക്കും, പിന്നെ പ്രിസർവ് മാക്രോ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു മാക്രോ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ട് അത് പ്രിസർവ് ചെയ്ത് വെക്കുന്നതിലേക്കും, ബാലൻസ് റവന്യൂ കൺസ്ട്രെയിൻസ് വിത്ത് സ്ട്രാറ്റജിക് സ്പെൻഡിങ്, അത് റവന്യൂ കൺസ്ട്രെയിൻസ് സ്ട്രാറ്റജിക് സ്പെൻഡിങ് ഇല്ലേ, അത് വളരെ തന്ത്രപ്രധാനമുള്ള ഏരിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അതിലേക്കൊക്കെയാണ് ഇതെന്ത് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത്. അതായത് ഫ്യൂച്ചർ ഗ്രോത്തിലേക്ക് എയിം ചെയ്യുന്ന രീതിയിലുള്ളതായിട്ട് മാറിക്കഴിഞ്ഞു. ദ സക്സസ്
സക്സസ് ഓഫ് ദിസ് ട്രാൻസിഷൻ ഹിഞ്ചസ് ഓൺ റവന്യൂ പെർഫോമൻസ്. അതായത് റവന്യൂ പെർഫോമൻസ് അറിയില്ല, ഒരു രാജ്യത്തിന് കിട്ടുന്ന വരുമാനം എത്ര ഫലപ്രദമായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത്, ആ പെർഫോമൻസിലേക്കും സ്റ്റേറ്റ് ഫിസ്ക്കൽ മാനേജ്മെന്റിലേക്കും ആൻഡ് കണ്ടിന്യൂഡ് കാപ്പെക്സ് എഫക്റ്റീവ്നെസ് വെച്ചാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലേക്കും മാറിയിരിക്കുകയാണ്. ഇൻ ലിഫ്റ്റിംഗ് ലോങ് റൺ ഗ്രോത്ത്. ഇതെല്ലാം എയിം ചെയ്യുന്നത് ലോങ് റൺ ഗ്രോത്തിലേക്കാണ്. അപ്പം ഇങ്ങനെ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് ഇപ്പം ഇന്ത്യ ഉള്ളത്. അപ്പം ഈ ഫിസ്ക്കൽ മാനേജ്മെന്റ് ഒക്കെ ഈ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ റീസെന്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.